ഒപ്പമുള്ളത് നെവിൻ കപ്രീഷ്യസ് ആംബ്രോസ്. കറക്റ്റ് അല്ലേ? അതെ, കറക്റ്റ് ആണ്. താങ്ക് യു നെവിൻ. ഇനി നെവിൻ്റെ പ്രവർത്തന മേഖലകൾ ഞാനിങ്ങനെ പറയാണ്: ആങ്കർ, ഇന്റീരിയർ ഡിസൈനർ, ഫാഷൻ കോറിയോഗ്രാഫർ, സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ. കറക്റ്റ് അല്ലേ? അല്ല, ഇനിയുണ്ട്. ഇനിയുണ്ട്. അതിന് ഒരു ദിവസം മുഴുവൻ വേണം പ്രവർത്തന മേഖല പറയുകയാണെങ്കിൽ അല്ലേ? അതെ അതെ, നമ്മൾക്ക് കിട്ടുന്ന ഓപ്പർച്യൂണിറ്റീസ് നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ്. ഞാൻ ഒരു 8 ഇയേഴ്സോളം സുംബ ഇൻസ്ട്രക്ടറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഡിസൈൻ, ഇന്റീരിയർ ഡിസൈൻ, ഫാഷൻ കൊറിയോഗ്രാഫി എന്ന് പറയുന്നത് ഇപ്പം ഈ റീസെൻ്റ്ലി ആണ് ഞാൻ വന്നുപെട്ടത്. ഇപ്പോൾ സാധാരണഗതിയിൽ നെവിൻ ക്വസ്റ്റ്യൻസ് അങ്ങോട്ട് ചോദിക്കുകയാണ് ചെയ്യാറുള്ളത്. ഇപ്പോൾ ഗസ്റ്റായിട്ട് ഇരിക്കുകയാണ്, ഇന്റർവ്യൂ ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ആ ഒരു ഇന്റർവ്യൂ ആയിട്ട് ഇരിക്കപ്പോൾ ഒരു അനുഭവം ഉണ്ടല്ലോ, അതൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് അല്ലേ? അതെ, തീർച്ചയായിട്ടും. അതിനെക്കുറിച്ച് എന്താണ് തോന്നിയിട്ടുള്ളത്? സാധാരണ ഈ ചോദ്യം ചോദിക്കപ്പോൾ കിട്ടുന്ന ആ ഒരു സുഖം, ഈ അതിന് ഉത്തരം കൊടുക്കപ്പം അതെ, നമുക്ക് ചോദ്യം എങ്ങനെ വേണമെങ്കിലും ചോദിക്കല്ലേ. അതായത് എനിക്ക് ഇഷ്ടമുള്ള ചോദ്യം ചോദിക്കാം, പക്ഷെ ആൻസർ കണ്ടുപിടിച്ച് പറയുക എന്നുള്ളതിലാണ് ടാസ്ക് എന്ന് പറയുന്നത്. പക്ഷെ എൻ്റെ അടുത്ത് കുറച്ച് വലിയ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചോളൂ, കുഴപ്പമില്ല, നോക്കാം. അങ്ങനെയാണെങ്കിൽ ഹോട്ട് സീറ്റിനെ വിളിച്ചാൽ വരും? അയ്യോ വേണ്ട, അതെന്താ? ഒരിക്കലും ഇല്ല. വലിയ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാൻ പറഞ്ഞിട്ട് നോ, അത് ഹോട്ട് സീറ്റ് അല്ല. അത് പിന്നെ എന്താണ്? അത് ഹോട്ട് സീറ്റ് അല്ല. ഇതിങ്ങനെ ഷവായ കറക്കുന്ന പോലെ കറക്കി എടുത്തിട്ട് പപ്പും കൂടെയൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ പോകുന്ന പോലെയാ ഈ ചിക്കൻ. അത് വേണ്ടല്ലേ? ഇപ്പോ നെവിന്റെ ഒരു ലൈഫ് ജേർണി ഉണ്ടല്ലോ. നമ്മൾ പലപ്പോഴും നമ്മളൊരു സക്സസിലേക്ക് എത്തുന്നതിന് മുൻപ് ഒരുപാട് കല്ലും മുള്ളും ഒക്കെ ചവിട്ടണം. പക്ഷേ നമ്മൾ സക്സസിൽ എത്തിക്കഴിഞ്ഞ ശേഷവും കുറച്ചുകൂടെ വലിയ കല്ലും മുള്ളും ആയിരിക്കും നമ്മൾ ചവിട്ടേണ്ടി വരുന്നത്. പക്ഷേ നെവിന്റെ ഒരു ലൈഫ് ജേർണിയെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഇപ്പം നെവിൻ എത്തി നിൽക്കുന്ന ഒരു പൊസിഷൻ ഉണ്ടല്ലോ. നെവിൻ എന്നൊരു സെലിബ്രിറ്റി ഫാഷൻ കോറിയോഗ്രാഫറാണ്, ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആണ്. ഞാൻ ഇൻസ്റ്റാ റീൽസ് ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. മാത്രമല്ല വളരെ ആക്റ്റീവാണ്, എനർജറ്റിക് ആണ്. അപ്പോൾ നമുക്ക് ഇത്തരത്തിലൊരു ക്യാരക്ടറേറ്റ് കാണുമല്ലോ. ഇതൊന്നും ഇത്തരത്തിലൊരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡൊന്നും ഒരു ദിവസം കൊണ്ടുണ്ടാവുന്നതൊന്നുമല്ല. അതിന് വർഷങ്ങളുടെ ഒരു ജേണി വേണം. ആ ഒരു ജേണിയെ കുറിച്ച് എന്താണ് നെവിന് തോന്നിയിട്ടുള്ളത്? ഇപ്പം ഇരിക്കുമ്പോൾ ആ ജേണിയെ കുറിച്ച് എന്താണ് നെവിന് തോന്നുന്നത്? എൻ്റെ സോഷ്യൽ മീഡിയയിലേക്ക് കാണാൻ പറ്റും. എൻ്റെ ഫസ്റ്റ് തന്നെ കുറച്ച് ഡ്രോയിങ്സ്, പിന്നെ അതിനുശേഷം ഞാൻ എൻ്റെ ഡാൻസ്, ഫിറ്റ്നസ്, സുംബ കരിയറിലേക്ക് വന്നപ്പം പൊടിക്കൊന്ന് മോഡേൺ. പിന്നെ അതിന് ശേഷമാണ് ലൈക്ക് എൻ്റെ ആ ഓരോ ഫോട്ടോസും കണ്ടാൽ മനസ്സിലാക്കി എത്രത്തോളം ഞാൻ ഇവോൾവ് ചെയ്ത് വന്നിട്ടുണ്ട് എന്നുള്ളത്. ബിക്കോസ് ശരിയാണ്, ഈ ഒരു പോസിറ്റിവിറ്റി എന്ന് പറയുന്നത് എല്ലാവർക്കും പോസിറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യാൻ പറ്റത്തില്ല. അതിന് there are lots of things we have to face. ഞാനങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഫേസ് ചെയ്തിട്ടുണ്ട്. സ്റ്റിൽ ഐ എം ഫേസിങ്. ഞാൻ എൻ്റെ ജേർണിയിൽ കൂടി ഞാൻ മനസ്സിലാക്കിയ കാര്യം, നമ്മൾ മാസ്ക് ഇട്ടിട്ട് നടക്കേണ്ട കാര്യമില്ല ലൈഫിൽ. എന്താണെങ്കിലും കൂടി വന്ന ഒരു 50, 60, 70, 80, 100 വരെ ജീവിക്കുന്ന ഒരു നിർബന്ധമില്ല. ജീവിക്കുന്നവരുണ്ടാവാം. പക്ഷേ ആ ഒരു ലൈഫ് സ്പാനിൽ നമ്മൾ ബാക്കിയുള്ളവർക്ക് വേണ്ടിയിട്ട്, അതായത് സൊസൈറ്റിക്ക് വേണ്ടി, വീട്ടുകാർക്ക് വേണ്ടി അങ്ങനെ ജീവിച്ച് മരിക്കുന്നതിനെക്കാട്ടി നല്ലത് നമ്മളുടെ സെൽഫ് ഹാപ്പിനെസ് കൊണ്ട് നമ്മൾ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ ദാറ്റ് ഈസ് എ സക്സസ് എന്ന് ഞാൻ പറയും. നമ്മളുടെ സെൽഫിനെ നമ്മൾ ഹാപ്പി ആക്കുക, മാത്രമല്ല ആരെയും ബോധിപ്പിക്കാതെ മാസ്ക് ഇടാതെ ജീവിക്കുക എന്നുള്ള ആ തീരുമാനം ഉണ്ടല്ലോ. ആ തീരുമാനം, അങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നതിന് പിന്നിലുള്ള ഒരു ട്രിഗർ ഫാക്ടർ എന്തായിരുന്നു? എന്തുകൊണ്ടാണ് അങ്ങനെ എടുത്തതെന്ന് അതിനിപ്പോൾ എന്താ ഞാൻ പറയാം. അതായത് ഇത് ഞാനിപ്പോൾ എന്താ പറയാ, അല്ല, നമ്മൾ അങ്ങനെ ഒരു തീരുമാനം എടുക്കണമല്ലോ. പ്രത്യേകിച്ചും LGBTQ ഭാഗമാകുമ്പോൾ, ഒരു ക്യൂർ കമ്മ്യൂണിറ്റിയുടെ ഭാഗമാകുമ്പോൾ. ഇല്ല LGBTQ കമ്മ്യൂണിറ്റി എന്ന് ആരാ പറഞ്ഞത്? ഞാൻ പറഞ്ഞിട്ടുണ്ടോ? ഡിഡ് ഇല്ല. ഓക്കെ, നിങ്ങൾ എൻ്റെ വീഡിയോസിൽ കാണുന്നുണ്ട് ഞാൻ സ്ത്രീ ആയിട്ടുള്ള ഒരു ഫെമിനിൻ ടച്ച്. ഓഫ് കോഴ്സ് എനിക്കൊരു ഫെമിനിസം ഉണ്ട്.
ആൻഡ് ഐ അക്സെപ്റ്റ് എന്ന് വിചാരിച്ചിട്ട് ഒരാള്, അതായത് ഒരു ഫെമിനിൻ ടച്ച് ഉള്ള ഒരാള് അപ്പാടി അങ്ങോട്ടേക്ക് LGBTQ കമ്മ്യൂണിറ്റി ആവണം എന്നില്ല. അവരെ നമ്മൾ ഒരിക്കലും അതേപോലെ എന്താ പറയുക, ഒരു പാർട്ടായിട്ട് നമ്മൾ ഒരിക്കലും മാറ്റി നിർത്തരുത് എന്നാണ് ഞാൻ പറയുന്നത്. ബിക്കോസ് ഉദാഹരണം, ഞാൻ ഒരു ഫീമെയിൽ ക്യാരക്ടർ ചെയ്യുന്നു, അതിൻ്റെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് ഇത്രയും എന്താ പറയുക 10 million, മോർ ദാൻ 10 million അത് ക്രോസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും ആ വേലക്കാരിനെ തേടിക്കൊണ്ട് ആൾക്കാർ, ഞാനിവിടെ ഫ്രണ്ട് നിന്നാലും ആൾക്കാരിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. ബിക്കോസ് ആ ഒരു ക്യാരക്ടറിന് അത്രയും പെർഫെക്റ്റോടെ എനിക്ക് അത് അവതരിപ്പിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ദാറ്റ്സ് മൈ ടാലൻറ്റ്. ഓക്കെ, അത് ഞാൻ LGBTQ ആയതുകൊണ്ടല്ല. ഓക്കെ, അതെൻ്റെ ടാലൻ്റ് ആണ്. എൻ്റെ ടാലൻറ്റിനാണ് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യേണ്ടത്. ആൻഡ് നമ്മളുടെ ദിലീപ് ഏട്ടൻ, ചാന്തുപൊട്ട്, പിന്നെന്താ ഈ സെയിം ഒരു പാട്ട് ഞാൻ ചെയ്തിട്ടുണ്ടല്ലോ, എന്തായിരുന്നു, മായാമോഹിനിയുടെ ദിലീപ് ഏട്ടൻ്റെ അടുത്ത് എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു ആങ്കർ ചെന്നിട്ട് ദിലീപ് ഏട്ട LGBTQ കമ്മ്യൂണിറ്റി ചോദിച്ചിട്ടുണ്ടോ? ഇല്ല. അത് സിനിമയിലെ ദ സെയിം തിങ് ഞാൻ ചെയ്തേക്കുന്നത് ഒരു ക്യാരക്ടറാണ്. എന്തുകൊണ്ട് അങ്ങനെ കാണുന്നില്ല? ഓക്കെ, അതായത് ഫിലിമിലത്തെ ക്യാരക്ടർ ആണെങ്കിലും ഈവൻ സോഷ്യൽ മീഡിയയിൽ ഞാൻ ചെയ്യുന്ന ആ ഒരു ചെറിയൊരു ക്യാരക്ടർ ആണെങ്കിൽ പോലും ഇറ്റ്സ് എ ടാലന്റ്, ഇറ്റ്സ് കോൾഡ് ടാലന്റ്. അതിനെ അങ്ങനെ കാണാൻ വേണ്ടിയിട്ടാണ് പഠിക്കേണ്ടത്. ആൻഡ് എൻ്റെ ഏറ്റവും വലിയൊരു മോട്ടീവ് എന്ന് പറയുന്നത്, അതായത് നമ്മളുടെ പ്രേക്ഷകർ കൊടുക്കാനായിട്ടുള്ളത്, എന്താ പറയുക, നിങ്ങൾ ടാലൻറ്റിനെ ടാലൻ്റായിട്ട് കാണും. ഈവൻ ചിലവർക്ക് ഇപ്പോൾ ഈവൻ ഒരു ഫെമിനിൻ ടച്ച് ഇല്ലാത്ത ഒരാൾ മേ ബി അവരൊരു ഒരു ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ പെട്ടവരായിരിക്കാം. ഓക്കെ, അപ്പം അതിലൊന്നും ഒരു കാര്യമില്ല. ഇവൻ ഞാൻ ഇപ്പൊ പറയുന്ന ഒരു രീതിയാണെങ്കിലും നമ്മൾ ഒരിക്കലും അങ്ങനെ ഒരാളെ ജഡ്ജ് ചെയ്യാൻ പാടില്ല. അപ്പൊ അതെന്ന് വെച്ചാൽ അത് അവരുടെ ചോയ്സ് ആണ്. ഞാൻ ഇതിൽ പെടുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത് അവരുടെ ചോയ്സ് ആണ്. അത് അവരുടെ ചോയ്സാ. ഇപ്പം ആണോ ഇല്ലേ എന്നുള്ളതെല്ലാം അത് ഓൺ ഡിസിഷൻ. അത് ഓൺ ഡിസിഷൻ. ചിലപ്പോൾ ഞാൻ ആയിരിക്കാം, ആവാതിരിക്കാം. അതൊക്കെ ദാറ്റ്സ് മൈ പേഴ്സണൽ. ഇതിപ്പം ഞാൻ എന്താന്ന് അറിഞ്ഞിട്ട് അല്ലല്ലോ ഒരാളുടെ ക്യാരക്ടറിനെ ആണെങ്കിലും ഒരു ടാലന്റിനെ ആണെങ്കിലും ഒരാൾ അക്സെപ്റ്റ് ചെയ്യേണ്ടത്. ഓക്കെ, നിങ്ങൾക്ക് ആർക്കും ഒരു ശല്യം ഉണ്ടാക്കുന്നത്. ഈവൻ അങ്ങനെ ആയിട്ടുള്ളവർ പല മേഖലകളിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഏറ്റവും കൂടുതൽ അവരിങ്ങനെയാണ്, അവരങ്ങനെയാണ്, അതിലല്ല. നമ്മൾ ആ ഒരു വ്യക്തിയുടെ ക്യാരക്ടർ, ആ വ്യക്തിയുടെ ടാലൻറ്റ് നമ്മൾ മറ്റുള്ളവരോട് എങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്നുള്ളതിലാണ് പോയിന്റ് ഇരിക്കുന്നത്. അല്ലാതെ ജെൻഡർ ബേസ്ഡ് എനിക്ക് ഒരുപാട് നേരിടേണ്ടി വന്നിട്ടുണ്ട് ജെൻഡർ ബേസ്ഡ് ആയിട്ട്. കാരണം നോട്ട് അബൌട്ട് LGBT, ഈവൻ ഈ ഡാൻസ് ഫിറ്റ്നസ് ഇതിലൊക്കെ ഞാൻ പോകുമ്പോൾ അവിടുത്തെ കമ്മിറ്റിയിലുള്ള ആൾക്കാർ പറയാറുണ്ട്, മെയിൽ ഇൻസ്ട്രക്ടേഴ്സിനെ ഞങ്ങൾ നോക്കുന്നില്ല, ബിക്കോസ് വി ആർ ലുക്കിംഗ് ഫോർ ഫീമെയിൽ ഇൻസ്ട്രക്ടർ. ഓക്കെ, അവർ കഴിവല്ല നോക്കുന്നത്, അവർ ജെൻഡറാണ് എപ്പോഴും നോക്കുന്നത്. ലേഡീസ് അല്ലെങ്കിൽ ഫീമെയിൽ വന്നിട്ട് അവിടെ ഡാൻസ് ചെയ്തിട്ടുണ്ടെങ്കിൽ കുറേ ആൾക്കാർ കൂടും എന്നാണ് അവരുടെ വിചാരം. പക്ഷെ ഐ ആം ഫാർ ബെറ്റർ ദാൻ ഫീമെയിൽ ഇൻസ്ട്രക്ടർ. നമ്മുടെ ടാലന്റ് തന്നെയാണ് തീർച്ചയായും അവിടെ നോക്കേണ്ടത്. ഇപ്പോൾ ഞാനത് ചോദിക്കാനുള്ള കാര്യം എന്ന് പറയുമ്പോൾ, ഈ ബിഗ് ബോസിൽ റിയാസിലെയും LGBTQ+നെ കുറിച്ച് അദ്ദേഹം വളരെ നല്ലൊരു എക്സ്പ്ലനേഷൻ ആയിരുന്നു തന്നത്. പല സെക്ഷുവാലിറ്റിയെ കുറിച്ച് റിയാസിലെയും അതിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒറ്റ വീഡിയോ ഭയങ്കരമായിട്ട് വൈറലായിരുന്നു. അപ്പോൾ നെവിൻ്റെതായിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ ഉണ്ടോ LGBTQ+A കുറിച്ച്? അതായത് കാരണം നമ്മളൊക്കെ വിചാരിച്ചു വെച്ചിരിക്കുന്ന ധാരണകൾ ഒരു പക്ഷെ തെറ്റായിരിക്കാം. കാരണം നമ്മൾ പലതും പഠിച്ചു വെച്ചിരിക്കുന്നത് അൺലേൺ ചെയ്യേണ്ട ഒരു പ്രോസസ്സും കൂടെയാണല്ലോ ഇപ്പോൾ നടക്കുന്നത്. അപ്പോൾ നെവിന് ഒരു പക്ഷേ നമ്മളെക്കാളൊക്കെ ഈ ഡിഫറെൻറ്റ് സെക്ഷുവാലിറ്റിയെ കുറിച്ച് നമ്മളെക്കാളൊക്കെ അറിവുണ്ടായിരിക്കാം. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ ഒരുപാട് വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്ന ഒരാളും കൂടെ ആയിരിക്കാം. അതുകൊണ്ട് കാരണം അതങ്ങനെ പഠിക്കാനുള്ള കാരണം നമ്മൾ ഈ ജെൻഡർ ബേസ്ഡ് ആയിട്ട് നമുക്ക് ഒരുപാട് ഈ അവഗണനകളും ഡിസ്ക്രിമിനേഷനൊക്കെ ഫേസ് ചെയ്യുമ്പോൾ നമ്മൾ എന്താണ് വാട്ട് ഈസ് സെക്ഷുവാലിറ്റി എന്നതിനെക്കുറിച്ച് നമ്മൾ കൂടുതൽ പഠിക്കാൻ ശ്രമിക്കും. അപ്പോൾ നെവിൻ അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ? എന്താണ് LGBTQ+A എന്നതിനെ കുറിച്ച് നെവിൻ്റെതായിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ എന്താണ്?
ടു ബി ഓണസ്റ്റ് നമ്മളുടെ ഇപ്പം ഞാനിപ്പം പറഞ്ഞു തരുന്നതിനെക്കാട്ടി നന്നായിട്ട് ഗൂഗിൾ നമുക്ക് പറഞ്ഞു തരും. ഫസ്റ്റ് ഓഫ് ഓൾ A to Z കാര്യങ്ങൾ അതിൻ്റെ അകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ എന്തെങ്കിലും വായിന്ന് വല്ല വെള്ളി എന്തെങ്കിലും കേട്ട അവസാനം നെവിൻ അങ്ങനെ പറഞ്ഞു ഞങ്ങൾക്കെതിരെ അങ്ങനെ അങ്ങനെയല്ല. ലൈക്ക് അതൊരു ഹോർമോൺ മേ ബി അവരുടെ താല്പര്യം ചിലപ്പോൾ അവരുടെ ഇൻട്രസ്റ്റ് മേ ബി അവർ ജീവിച്ച് വന്ന സാഹചര്യം അതൊക്കെ കണക്കിലെടുത്തിട്ട് എല്ലാം നമുക്കിങ്ങനെ ഒരു സയൻറ്റിഫിക് അല്ലെങ്കിൽ അവനങ്ങനെ പെണ്ണിനെ പോലെ ലിപ്സ്റ്റിക് ഇട്ടു എന്ന് അങ്ങനെയല്ല ഈ ഹോർമോൺ കാര്യങ്ങളൊക്കെ വരുന്നത്. കാരണം അത് അവരുടെ ചിലപ്പോൾ സാഹചര്യങ്ങളായിരിക്കാം, ചിലപ്പം കുറേ അവർ വന്ന ഒരു സാഹചര്യത്തിൽ നിന്ന് നമുക്ക് ഇവോൾവ് ചെയ്തിട്ടും അങ്ങനെ ഉണ്ടാവാം. ഞാനിതിനെപ്പറ്റി പറയാൻ വേണ്ടിയിട്ട് അത്ര വലിയ ജ്ഞാനിയൊന്നുമല്ല. എനിവേ I do support LGBTQ, but I never said that I'm an LGBTQ person because ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല. അത് എൻ്റെ ഉള്ളിൽ ഉള്ള കാര്യമാണ്. ഓക്കെ, ഞാൻ അതാണ് കൺവേ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ചിലപ്പം ഇതിനുള്ള കമന്റ് ചിലപ്പോൾ വരുമായിരിക്കും, അതിനെ കണ്ടാൽ അറിയാം അത് LGBTQ, അതിൻ്റെ വീഡിയോയിൽ കണ്ടാൽ അറിയാം LGBTQ. പറഞ്ഞോട്ടെ, നോ പ്രോബ്ലം, അത്രേ ഉള്ളൂ. അപ്പം അതിനൊരു വലിയൊരു സംഭവമായിട്ട്, അതായത് ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ഭാഗമായിട്ട് മാറ്റി നിർത്താനായിട്ട് എനിക്ക് താല്പര്യമില്ല. ബിക്കോസ് എന്തിനങ്ങനെ മാറ്റി നിർത്തേണ്ട ആവശ്യം? അത് അവരുടെ ഇഷ്ടമാണ്. ഓക്കെ, ഈവൻ ഫീമെയിൽ, മെയിൽ, ട്രാൻസ്ജെൻഡർ, പിന്നെ എന്താ നോൺ ബൈനറി, ലെസ്ബിയൻ, എന്തിനത്? വി ഓൾ ആർ ഹ്യൂമൻ ബീയിങ്. ഓക്കെ, ഇപ്പം നമ്മൾ ജെൻഡറിന്റെ കാലമല്ല. ഫസ്റ്റ് ഓഫ് ഓൾ ഇത് നോട്ട് ചെയ്ത് വെച്ചോളൂ, ഇതിപ്പം കഴിവിന്റെ മാത്രം കാലമാണ്. ഇപ്പം ആണുങ്ങള് എത്രയോ നന്നായിട്ട് വലിയ വലിയ കാര്യങ്ങൾ ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ എത്രയോ സ്ത്രീകൾ അവർ ചെയ്ത സെയിം തിങ് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല, എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത് ഈ ഫാഷൻ ഫീൽഡ്, ബ്യൂട്ടി ഫീൽഡ്, അതില് ഇപ്പോ LGBTQ കമ്മ്യൂണിറ്റി അവർ കൊണ്ടുവരുന്ന അച്ചീവ്മെന്റ്സ് ഉണ്ടല്ലോ, ആ അച്ചീവ്മെന്റ്സ് പലപ്പോഴും ഞാൻ അസൂയയോടെ നോക്കി നിന്നിട്ടുണ്ട്. കാരണം അത്രത്തോളം സൗന്ദര്യത്തെക്കുറിച്ചും ഫാഷനെ കുറിച്ചുള്ള അവരുടെ സെൻസ് ഉണ്ടല്ലോ, അത് ഭയങ്കരമായിട്ട് നമ്മൾ അപ്രിഷിയേറ്റ് ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ്. മാത്രമല്ല, ഇപ്പൊ നെവിനെ കാണുമ്പോൾ തന്നെ എന്ത് നല്ല ലുക്കിലാണ് നെവിൻ ഇരിക്കുന്നത്. നല്ല സ്റ്റൈലായിട്ടല്ലേ നെവിൻ ഇരിക്കുന്നത്. ദൈവം എന്തിനാണ് ഇത്രയും സൗന്ദര്യം? നെവിൻ ലൈംലൈറ്റ് ഇഷ്ടപ്പെടുന്ന ഒരാളും കൂടെയാണ്. പക്ഷെ കുട്ടിക്കാലത്ത് പൂച്ചയെ പോലെ വളരെ മിണ്ടാതിരുന്ന ഒരാളാണ്. അങ്ങനെ ഒരാള് ലൈംലൈറ്റ് ഇഷ്ടപ്പെടുക, ഒരു സ്റ്റാർ വാല്യൂല് വളരെയധികം സന്തോഷം കട്ടുന്നു, അതെങ്ങനെയാണ് ആ ഒരു മൈൻഡ് സെറ്റിൽ അത്രയും വലിയൊരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടായത്? പൂച്ചയെ പോലെ പമ്മിയിരുന്നൊരു കുട്ടി. അതായത് എൻ്റെ ഫാദർ എന്ന് പറയുന്ന father it's a very personal things. Okay, father alcoholic person ആയിരുന്നു. എനിക്ക് ഇതുവരെ ആ ഒരു അറ്റൻഷൻ അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട്സ് ബുള്ളിങ് ചെയ്യുമ്പോഴത്തേക്കും ഒരു സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ ഫാദർ എനിക്ക് ഉണ്ടായിട്ടില്ല. പിന്നെ ഒരു ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് സ്റ്റാൻഡേർഡൊക്കെ ആയപ്പോഴത്തേക്കും എൻ്റെ ഫാദർ എന്നെ വേറൊരു ഫാമിലിയിൽ, ഫസ്റ്റ് ആൻഡ് സെക്കൻഡ്, അപ്പോൾ എനിക്ക് ഓൾമോസ്റ്റ് ഒരു 6-7 years ഒക്കെ ഉണ്ടാവത്തുള്ളൂ. അപ്പോൾ എന്നെ മാറ്റി പഠിപ്പിച്ചു. അങ്ങനെയാണ് ഞാൻ പാരൻസിൽ നിന്ന് സെപ്പറേറ്റ് ആവുന്നത്. അപ്പം ഞാൻ ഒരുപാട് ആ ഒരു ചെറുപ്പത്തിൽ നമ്മൾ അനുഭവിക്കുന്ന കുറച്ച് സംഭവങ്ങളുണ്ടല്ലോ, ഒരു കെയറിങ്, ആ ഒരു സപ്പോർട്ട്, അതൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ വലുതായി വരുന്ന സമയത്ത് ഒരു എയിം എനിക്കുണ്ടായിരുന്നു, ഒരിക്കലും എൻ്റെ ഫാദറിനെ പോലെ ഞാൻ ആവത്തില്ല എന്നുള്ളത്. മേ ബി എനിക്ക് എൻ്റെ ഫാദറായിട്ട് യാതൊരു വിധത്തിലുള്ള അറ്റാച്ച്മെൻ്റ് ഇല്ല. ബിക്കോസ് എനിക്ക് ആ ഒരു ഫാദറായിട്ടുള്ളൊരു അറ്റാച്ച്മെൻറ്റ് ഇല്ലാത്തത് മേ ബി എനിക്ക് ആ ഒരു ഫീലിംഗ് എനിക്ക് അനുഭവിക്കാനായിട്ടുള്ള ഒരു അവസരം കിട്ടാത്തതുകൊണ്ടായിരിക്കാം. ഈവൻ ഒരു 2 years ആയി എൻ്റെ ഫാദർ മരിച്ചിട്ട്. ഞാനൊരു തുള്ളി കണ്ണുനീര് പോലും എനിക്ക് വന്നിട്ടില്ല. കാരണം എനിക്ക് പ്രഹസനം കാണിക്കാൻ വേണമെങ്കിൽ എനിക്ക്
ഐ ഡിഡ്ന്റ് ഫീൽ എനിത്തിങ്. അപ്പോൾ ആ ഒരു സ്റ്റേജിൽ കൂടിയൊക്കെ കടന്നു വന്നതുകൊണ്ടായിരിക്കാം എനിക്കിങ്ങനെ ഞാൻ കുറച്ച് ബോസിയാണെന്ന് വെച്ചാൽ ബോസിയാണ്, എന്നാൽ തമാശയാണെന്ന് വെച്ചാൽ തമാശയാണ്. പക്ഷെ അതുകൊണ്ടായിരിക്കും പെങ്ങള് കുട്ടിക്ക് അച്ഛന്റെ സ്നേഹം കൂടെ കൊടുക്കുന്ന ഒരാങ്ങളായതല്ലേ? അയ്യോ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ, ഞാനങ്ങനെ എനിക്ക് എനിക്ക് സ്നേഹിക്കാൻ അറിയാൻ പാടില്ല. സത്യമായിട്ടും എനിക്ക് സ്നേഹം എന്നുള്ളൊരു സംഭവം എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് അതിൻ്റെ വാല്യൂ എന്താണെന്നും ടു ബി ഓണസ്റ്റ് എനിക്ക് അറിയാൻ പാടില്ല. ഞാൻ എൻ്റെ അനിയത്തിയുടെ അടുത്ത് മര്യാദയ്ക്കൊന്നും സംസാരിച്ചിട്ടില്ല. എങ്ങനെ അനിയത്തി എനിക്കൊരു അതെ അനിയത്തി എനിക്കൊരു ഷൂസൊക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മള് കെട്ടിപ്പിടിക്കുക ഉമ്മ വയ്ക്കുക എന്നുള്ളതിലല്ല, ഞങ്ങൾ തമ്മിൽ ഭയങ്കര സ്നേഹമാണ്. എന്നാൽ മുഖത്തോട് മുഖം നോക്കിയിട്ടുണ്ടെങ്കിൽ അടിച്ച് നിന്റെ കാരണം പൊട്ടിക്കുക അങ്ങനത്തെ ഒരു സാധനമാണ്. പക്ഷെ സ്നേഹമുണ്ട്. പക്ഷെ എനിക്ക് പ്രകടിപ്പിക്കാൻ അറിയില്ല, അവൾക്കും പ്രകടിപ്പിക്കാൻ അറിയത്തില്ല, അത്ര തന്നെ. ഞാനും ഈ ചെറുപ്പത്തില് ബുള്ളിങ് ഒക്കെ ഏറ്റുവാങ്ങിയിട്ടുണ്ട്. കാരണം ഇപ്പോഴത്തെ പോലെയല്ല, പണ്ട് ഞാൻ ഭയങ്കര മെലിഞ്ഞിട്ട് എന്നെ കാണാൻ പോലും പറ്റില്ലായിരുന്നു. അപ്പം അന്ന് ഭയങ്കര മെലിഞ്ഞിരിക്കുന്നതുകൊണ്ട് എന്നെ എല്ലാ കുട്ടികളും കളിയാക്കുമായിരുന്നു. അപ്പൊ പൊതുവേ നമ്മൾ ഈ കുട്ടിക്കാലത്തെ ഈ ബുള്ളിങ് എന്ന് പറയുന്നത് നമ്മൾ ഭയങ്കരമായിട്ട് എഫക്ട് ചെയ്യുന്ന സംഭവമാണ്. അപ്പോൾ ഈ ബുള്ളിങ് പലപ്പോഴും ഏറ്റുവാങ്ങിയോണ്ടായിരിക്കും ഞാൻ ഒരുപാട് ആഹാരം കഴിക്കുകയും ഇപ്പൊ വണ്ണത്തിന്റെ പുറത്തായി. അപ്പം നമ്മളത് ഒരുപാട് മാനസികമായിട്ട് പ്രത്യേകിച്ച്. കാരണം എനിക്ക് എൻ്റെ ഒരു മെസ്സേജ് എന്ന് പറയുന്നത്, നിങ്ങൾ പാരൻസ്, അതായത് നിങ്ങൾക്ക് ഒരു കുട്ടിയുണ്ട്, നിങ്ങൾക്ക് എന്താ പറയുക ജോലിയുണ്ട്, സാഹചര്യങ്ങളുണ്ട്, കാറുണ്ട്, വീടുണ്ട്. ഈവൻ നിങ്ങളുടെ ഒരു പാരൻറ്റിങ് എന്ന് പറഞ്ഞിട്ടുള്ള സംഭവം നിങ്ങളുടെ കുട്ടിക്ക് ആ ഒരു ചെറിയ കുട്ടിക്കാലത്ത് കൊടുത്തില്ലെങ്കിൽ ഡെഫിനറ്റ്ലി അത് അവർ വളർന്ന് വലുതായി കഴിയുമ്പം അവരുടെ ആ ഒരു വളർച്ചയിൽ അവരുടെ മെൻ്റൽ ഹെൽത്തിലും അത് എഫക്റ്റ് ചെയ്യും. കാരണം എനിക്കങ്ങനെ ഒരുപാടങ്ങനെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കാരണം എനിക്ക് എവിടെയും പറയാൻ പറ്റത്തില്ല. കാരണം എൻ്റെ ഫാദറിൻ്റെ അടുത്ത് എങ്ങാനും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കത്തിക്ക് കുത്തി കീറാൻ വേണ്ടി നിൽക്കുന്ന ഒരു വ്യക്തി. അപ്പം ഞാനിങ്ങനെ എൻ്റെ കാര്യങ്ങൾ അവിടെ ഷെയർ ചെയ്യും. അപ്പം ഞാനെല്ലാം ഉള്ളിൽ സപ്രസ് ചെയ്തിട്ടാണ് ഞാൻ ലൈഫ് ഇത്രയും എത്തിച്ചത്. പിന്നെ ഞാൻ മനസ്സിലാക്കി എനിക്കിങ്ങനെ നിന്നിട്ട് കാര്യമില്ല. ബിക്കോസ് എൻ്റെ ഫാമിലിയിൽ ഞാൻ മാത്രമേ ഉള്ളൂ. ഐ ഹാവ് ടു ടേക്ക് കെയർ ഓഫ് മൈ എൻറ്റയർ ഫാമിലി. അപ്പം ഞാൻ ഇതിന് അഗെയിൻസ്റ്റായിട്ട് എൻ്റെ ആ ഒരു ഔട്ട് ഓഫ് ബോക്സ് സംഭവം ഉണ്ടല്ലോ, ഒരു ബോക്സ്, അത് പുറത്ത് വന്നാൽ മാത്രമേ എനിക്കൊരു പുതിയൊരു ലൈഫ് ഉള്ളൂ എന്ന് ഞാൻ വിചാരിച്ചു. ഐ മൂവ്ഡ് ഓൺ. ഞാൻ പിന്നെ ഒരാളെ ഞാൻ മൈൻഡ് ചെയ്തിട്ടില്ല. ഐ സ്റ്റാർട്ടഡ് ടു ഏൺ ഫ്രം മൈ 20 years. ഞാൻ എല്ലാ ജോലിയും ചെയ്തിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഐ എം നോട്ട് കമ്മിങ് ഫ്രം ദ വെരി റിച്ച്, ഒരു മിഡിൽ ക്ലാസ് ഫാമിലി പോലുമല്ല. ഐ എം കമ്മിങ് ഫ്രം എ വെരി പുവർ ഫാമിലി. പക്ഷേ അന്ന് ഞാൻ അങ്ങനെ ആയിരുന്നു എന്നുള്ളതിലല്ല കാര്യം, ഇന്ന് ഞാൻ എവിടെ എത്തി എന്നുള്ളതില കാര്യം. അപ്പോൾ മേ ബി എന്നെ പോലുള്ള കുറേ യങ്സ്റ്റേഴ്സിനുള്ളൊരു ഒരു മോട്ടിവേഷൻ ആയിരിക്കാം ഞാൻ. ഓക്കെ ബിക്കോസ് ഞാനിത് എനിക്ക് റീച്ച് കിട്ടാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും അല്ല ഞാൻ പറയുന്നത്. ബിക്കോസ് ദിസ് ഇസ് മൈ ലൈഫ്. അതെ. ഇപ്പൊ എനിക്ക് ഈ കഥ കേൾക്കുമ്പോൾ പെട്ടെന്ന് ഡിയർ സിന്ദഗിയിലെ ആലിയ ഭട്ടിനെ എനിക്ക് ഓർമ്മ വരുന്നത്. ഷാറൂഖ് ഖാൻ കൗൺസിലിംഗ് കൊടുത്ത് ആലിയ ഭട്ടിന്റെ ആ പാസ്റ്റിന്, അതിന്റെ ആ ഒരു പാസ്റ്റ് ട്രോമയെ ക്യൂർ ചെയ്യുന്ന ആ ഒരു സീൻസ് ആണ് എനിക്ക് പെട്ടെന്ന് ഈ കഥ കേൾക്കുമ്പോൾ ആ സീൻസ് ഒരിക്കലും എനിക്ക് ദിസ് ഇസ് മൈ ഫസ്റ്റ് ടൈം ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് പോലും ഞാൻ ഓപ്പൺ അപ്പ് ആയിട്ടില്ല. കാരണം എനിക്ക് ഒരാളുടെ സിമ്പതിയുടെ ആവശ്യമില്ല. കാരണം സിമ്പതി നമുക്ക് അയ്യോ പാവം അവരങ്ങനെ പറ്റിയല്ലോ 2 ദിവസം പറയും, 3-ാമത്തെ ദിവസം എന്താ അവർ നമുക്ക് എന്തെങ്കിലും ഓപ്പർച്യൂണിറ്റി തരുമോ? ഇല്ല, നമ്മൾ തന്നെ വി ഹാവ് ടു ഫൈൻഡ് അവർ ഓപ്പർച്യൂണിറ്റി. അതിന് നമ്മളിങ്ങനെ കരഞ്ഞു പിടിച്ച് എൻ്റെ ജീവിതം ഇങ്ങനെ ആയെന്ന് വിചാരിച്ചിരുന്നിട്ടുണ്ടെങ്കിൽ അത് അവിടെ ഇരിക്കത്തേ ഉള്ളൂ. ഓക്കെ, നമ്മളുടെ ഉള്ളിൽ എന്തും ഉണ്ടായിക്കോട്ടെ, ബട്ട് പുറത്ത് നമ്മൾ എങ്ങനെ നമ്മളുടെ ക്വാളിറ്റി, നമ്മളുടെ ആ ഒരു കഴിവിനെ പ്രസൻറ്റ് ചെയ്യുന്നു
എന്നുള്ളതിലാണ് കാര്യം. ഇപ്പൊ ജാൻമണി ഉണ്ടല്ലോ, ജാൻമണിയുടെ ഇന്റർവ്യൂസ് ഒക്കെ കാണാൻ നല്ല രസമാണ്. പ്രത്യേകിച്ച് ജാൻമണിയുടെ ആ തുറന്നുള്ള ചിരിയൊക്കെ ഉണ്ടല്ലോ. പിന്നെ ഈ മീഡിയക്കാർ ഓരോ ചോദ്യമൊക്കെ ചോദിക്കുമ്പം അതിൽ ജാൻമണി കൊടുക്കുന്ന കൗണ്ടറൊക്കെ ഉണ്ടല്ലോ. ആള് ശരിക്കും നിങ്ങൾ ഈ ഫ്രണ്ട്സിന്റെ ഇടയിൽ പുള്ളിക്കാരി ഈ ഒരു ആള് തന്നെയാണ്. അടിപൊളിയാ പുള്ളിക്കാരി ഈ ഒരു ചിൽ മോഡ് തന്നെയാണല്ലേ? ഓക്കെ ഓക്കെ. ഞാൻ പറയും ജാൻമണി എനിക്ക് ഒരുപാട് ഞാൻ ഒന്നും ഇല്ലാതിരുന്ന, അതായത് ഞാൻ ആരാണെന്ന് പോലും എനിക്ക് അറിയാതിരുന്ന ഒരു സമയത്ത് എനിക്ക് ഷീ ഗേവ് മി അൻ ഓപ്പർച്യൂണിറ്റി. എനിക്ക് ജാൻമണിയുടെ മേക്കപ്പ് ക്ലാസ്സിൽ എന്നെ ആസ് എ ഗസ്റ്റായിട്ട് എന്നെ വിളിച്ചു. ഒരു പ്രാവശ്യം ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട് കേട്ടോ. ഒരു പ്രാവശ്യം അവരുടെ ബാക്കിയുള്ള സെലിബ്രിറ്റീസിൻ്റെ അങ്ങനെ കുറച്ച് സ്റ്റൈലിംഗ് ഒക്കെ ഉള്ളത് കൊണ്ട് എനിക്ക് ആ ഒരു സ്റ്റേജിൽ എത്താൻ പറ്റിയില്ല. പക്ഷെ അതിൻ്റെ പേരിൽ ജാൻമണി ഭയങ്കരമായിട്ട് എനിക്ക് വേണ്ടി കരഞ്ഞായിരുന്നു. അപ്പം ഷീസ് വാസ് എ വെരി നൈസ് പേഴ്സൺ. പിന്നെ കൂടെ നിൽക്കുന്ന ആൾക്കാർക്ക് വേണ്ടി ജാൻമണി അത്രത്തോളം എഫേർട്ട് എടുക്കുമല്ലേ? അവരെ അത്രത്തോളം ചേർത്ത് പിടിക്കുന്ന ഒരാളാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ ഇവൻ ഞങ്ങള് തമ്മിൽ ചിലപ്പം വഴക്കിടും, ചില സമയത്ത് ബ്ലോക്ക് ചെയ്ത് 2 ദിവസം മാറിയിരിക്കും, ചില സമയത്ത് അഭിഷേകിന് ഇപ്പം ഇനി ഞാൻ തൃശ്ശൂർക്ക് വരുന്ന പ്രശ്നമില്ല. പിന്നെ ബ്ലാക്ക് കളർ DP, ഫീലിംഗ് സാഡ്, പിന്നെ ബാറ്ററി അബൌട്ട് ടു ഡൈ, പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഒരു 3-4 ദിവസത്തേക്ക് ഒന്നും ഉണ്ടാവത്തില്ല. പിന്നെ ഫോൺ സൈലന്റ്. നമുക്ക് അറിയണമല്ലോ നമുക്ക് വാല്യൂ ആരെങ്കിലും വിളിക്കുന്നുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട്. അപ്പം അങ്ങനെ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ബ്ലോക്ക് അൺബ്ലോക്ക് അത് സ്വാഭാവികം. അങ്ങനെ ബ്ലോക്കിങ്ങും അൺബ്ലോക്കിങ്ങും ഒന്നും ഇല്ലെങ്കിൽ പിന്നെ അതിൽ ഫ്രണ്ട്സ് അല്ല. അതെ അതെ, നമ്മൾക്ക് എപ്പോഴും അഭിപ്രായ വ്യത്യാസം വരുമല്ലോ. പിന്നെ ഇതിന് എങ്ങനെയാണ് പരിഹരിച്ചെടുക്കുന്നത്? അതിനാരാണ് ഇനിഷ്യേറ്റീവ് എടുക്കുന്നത്? മുൻകൈ എടുക്കുന്ന അങ്ങനെ പ്രത്യേകിച്ച് ആരും മുൻകൈ അതിൻ്റെതായിട്ടുള്ള വഴിക്കെല്ലാം പരിഹരിക്കും. അത് പിറ്റേ ദിവസം നമ്മളിപ്പം ഭയങ്കര പൊരിഞ്ഞ അടിയൊക്കെ ആണെങ്കിൽ, ഇപ്പം ഞാനും അഭിഷേകൊക്കെ ഭയങ്കര അടിയായിരിക്കും. എന്നിട്ട് ഒരു 15 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും വിളിക്കും, ഹലോ ഓക്കെ നീ ഇന്ന് വരുന്നുണ്ടോ? ഓക്കെ ശരി. അപ്പം ആ 15 മിനിറ്റ് കൊണ്ട് അത് തീർന്നു. പിന്നെ നമ്മള് ആ സമയത്ത് എന്തിനാ വഴക്കിട്ടതെന്ന് പറഞ്ഞു അങ്ങനെ മനസ്സിൽ അങ്ങനെ ഒരുപാട് നാൾ അങ്ങനെ കൊണ്ടുനടക്കാത്ത ആളാണ്. ഒരിക്കലും ഞാനല്ലേ. ഞാനങ്ങനെ വഴക്കൊന്നും, പക്ഷെ വഴക്കിടുന്ന സമയത്ത് അങ്ങോട്ടേക്ക് പൊരിഞ്ഞ വഴക്ക് ചിലപ്പോ ഞാൻ തന്നെ എന്നെ കത്തിച്ചു കളയുന്നൊക്കെ പറയും. ഞാൻ മര്യാദക്ക് ഇപ്പൊ ഞാൻ ഇവിടെ നിന്ന് എടുത്ത് ചാടും, മര്യാദക്ക് എനിക്ക് ഈ സാധനം എനിക്ക് ഇവിടെ ഇപ്പൊ കിട്ടണം അങ്ങനെയൊക്കെ പറയും. പക്ഷെ കുറച്ചു നേരം അടങ്ങും, കുറച്ചു നേരം കഴിയുമ്പോഴത്തേക്ക് അടങ്ങ്. ഞാൻ എന്നോട് തന്നെ സംസാരിക്കും, വേണ്ട ഒരുപാട് അങ്ങോട്ടേക്ക് ഓവർ ആവല്ലേ, ഒരു പട്ടിക്കുഞ്ഞും തിരിഞ്ഞു നോക്കാൻ വേണ്ടി പറ്റില്ല. കുറച്ചു നേരം അവിടെ പോയിട്ട് ഇരുന്ന് 2 മിനിറ്റ് ശ്വാസം എടുക്കും, ശ്വാസം വിടും, ഓക്കെ, എന്നിട്ട് നമ്മൾ ബാക്ക് ടു നോർമൽ. അത്രേ ഉള്ളൂ. അതെ, നമ്മളിപ്പം എല്ലാ റിലേഷൻഷിപ്പിലും അടിസ്ഥാനപരമായിട്ട് വേണ്ടത് പരസ്പര ബഹുമാനമാണല്ലോ. ഇപ്പം ആ ഒരു ബഹുമാനം ഇല്ലാതെ ആവുമ്പോഴാണ് അതിനകത്ത് വലിയ വലിയ പ്രശ്നങ്ങളിലേക്ക് പോകുന്നതും വലിയ വലിയ തർക്കങ്ങളിലേക്ക് പോകുന്നതും. അങ്ങനെ പരസ്പരം ബഹുമാനമില്ലാത്ത റിലേഷൻഷിപ്പിൽ നിവിൻ അങ്ങനെ അൺഫോർച്ചുനേറ്റ്ലി അതിൻ്റെ ഒരു ഭാഗമാകേണ്ടി വന്നിട്ടുണ്ടോ? അങ്ങനെ പരസ്പര ബഹുമാനം ഇല്ലാതെ വരുമ്പോൾ നെവിൻ്റെതായിട്ടുള്ള രീതിയിൽ എങ്ങനെയാണ് അതിനെ റിയാക്ട് ചെയ്യുന്നത്? അങ്ങ് ഇഗ്നോർ ചെയ്ത് വിടുകയാണോ ചെയ്യുന്നത്? അതോ ഞാൻ ഇഗ്നോർ ചെയ്ത് വിടാണ് ചെയ്യുന്നത്. കാരണം ഞാൻ ഒരു ടോക്സിക് റിലേഷൻഷിപ്പിലും സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കില്ല, ഫസ്റ്റ് ഓഫ് ഓൾ. കാരണം ഞാൻ ഓൾറെഡി വന്നത് എൻ്റെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് തന്നെ ഒരു ടോക്സിക് ആ ഒരു സിറ്റുവേഷനിൽ നിന്ന്. അപ്പോൾ പിന്നെ എനിക്ക് നന്നായിട്ട് അറിയാം എത്രത്തോളം എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നെനിക്ക് നന്നായിട്ട് അറിയാം. അത് മേ ബി എൻ്റെ ഒരു പ്ലസ് പോയിൻ്റ് ആയിരിക്കാം. കാരണം അതൊരു ലൈഫിൽ നിന്ന് കിട്ടിയ ഒരു എക്സ്പീരിയൻസ് ആണ്. നമ്മൾ സാഹചര്യങ്ങളെ ആ ഒരു സിറ്റുവേഷൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു, എങ്ങനെ അതിനെ റിയാക്ട് ചെയ്യുന്നു എന്നുള്ളതെല്ലാം കാര്യം. അല്ലാതെ നമുക്ക് 2 രീതിയിൽ നമുക്ക് പ്രതികരിക്കാം. ഒന്ന്, ഒരുത്തൻ്റെ തലയ്ക്ക് അടിച്ച് അവിടെ കൊന്നു വേണമെങ്കിൽ നമുക്ക് പ്രതികരിക്കാം. 2, ഒന്ന് വരുന്ന കോൺസിക്വൻസ് നമ്മൾ എന്തായിരിക്കും എന്നുള്ളൊരു രീതിയിലും വേണമെങ്കിൽ നമുക്ക് റിയാക്ട് ചെയ്യാം. അപ്പോൾ അങ്ങനെ ഒരു ടോക്സിക് റിലേഷൻഷിപ്പിലാവുന്ന സമയത്ത് ഞാൻ തന്നെ മൂവ് ഓൺ ചെയ്യും. കാരണം എൻ്റെ ലൈഫാണല്ലോ, കാരണം എനിക്കൊരു എയിമുണ്ടല്ലോ. അപ്പോൾ ദാറ്റ്സ് ഇറ്റ്. നമ്മൾക്ക് എല്ലാവർക്കും അവരുടേതായിട്ടുള്ള ഒരു പേഴ്സണൽ ഫ്രീഡം ഉണ്ട്. ഇപ്പം ഞാൻ
എന്താ പറയുക, നല്ലൊരു സെയിൻ്റ് ആണ്, ഞാനൊരു നന്മമരമാണെന്ന് വിചാരിച്ചിട്ട് ബാക്കിയുള്ളവരും നന്മമരം ആവണമെന്നില്ല. കാരണം അവർക്ക് അവരുടേതായിട്ടുള്ള ഇഷ്ടങ്ങളുണ്ട്. ചിലവർക്ക് ജസ്റ്റ് ഒന്ന് ഗോസിപ്പ് പറയണം, അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് കഴുത്തിറക്കണം. ദാറ്റ്സ് ഓക്കെ, അത് അവരുടെ സന്തോഷമാണ്, അവർ ചെയ്തോട്ടെ, നോ പ്രോബ്ലം, ചെയ്തോളൂ, നോ പ്രോബ്ലം. പക്ഷെ അത് എല്ലാവരെയും നമ്മളങ്ങനെ ജഡ്ജ് ചെയ്യുന്നത് ശരിയല്ലല്ലോ. ശരിയല്ല. സോ ഓരോരുത്തർക്കും ഓരോരോ ക്യാരക്ടറുണ്ട്, ഓരോരോ നേച്ചറുണ്ട്, ഓരോരോ എന്താ പറയുക, ഒരു ഇൻഹറൻ്റ് ആയിട്ടുള്ളൊരു അവരുടെ ജീവിത സാഹചര്യങ്ങളിൽ നിന്നൊരു ഒരു സംഭവമാണ്. ഐ ഡു റെസ്പെക്ട് ദാറ്റ്. പക്ഷെ എനിക്ക് പറ്റാത്തതാണെന്നുണ്ടെങ്കിൽ ഞാൻ അതിന് അവിടെ കടിച്ചു തൂങ്ങി കിടക്കണം. ദാറ്റ്സ് ഇറ്റ്, ഐ മൂവ് ഓൺ. അത്രേ ഉള്ളൂ, അത്രേ ഉള്ളൂ. അതാണ് ഞാൻ കോമൺ ആയിട്ട് പറഞ്ഞത്. ഈവൻ എൻ്റെ ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിൽ പോലും, ഐ മീൻ എൻ്റെ സ്കൂളിൽ പഠിക്കുന്ന ആ ഒരു സാഹചര്യം ആണെങ്കിൽ പോലും ടോക്സിക് ആയിട്ടുള്ള ഫ്രണ്ട്സ് ആണെങ്കിൽ അവർ പറഞ്ഞോട്ടെ, നോ പ്രോബ്ലം. ഈവൻ നമ്മളെ കളിയാക്കുമല്ലോ, ബിക്കോസ് ഞാൻ കുറച്ച് എന്താ പറയുക, പെഡിക്യൂർ മാനിക്യൂർ എനിക്ക് എല്ലാം ഇങ്ങനെ നീറ്റ് ആൻഡ് ക്ലീൻ സാധനങ്ങളൊക്കെ ആയിരുന്നു. അപ്പം അത് എൻ്റെ ഒരു നേച്ചറാണ്. ചിലപ്പോൾ അതിനവർ കളിയാക്കും. ആ സമയത്ത് ഡെഫിനറ്റ്ലി ഇതേപോലെ ഒന്നും ചിന്തിക്കാനായിട്ടുള്ള ബോധമില്ല. ആ സമയത്തില്ല, വിഷമാണ്. പക്ഷെ ഇപ്പം ഞാൻ ഈ വരുന്ന എന്താ യങ്സ്റ്റേഴ്സ് അല്ലെങ്കിൽ പുതിയ തലമുറകളടുത്തൊക്കെ ഞാൻ പറയും, ഗൈസ്, ബോയ്സ്, ഇഫ് യു വാണ്ട് ടു വെയർ ഹീൽസ്, വെയർ ഇറ്റ്. ഇഫ് യു വാണ്ട് ടു പിങ്ക് കളർ ഡ്രസ്സ് ധരിക്കണോ, ധരിക്കൂ, നോ പ്രോബ്ലം. കാരണം ഈ ഒരു നമ്മള് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാലഘട്ടത്തിലല്ലല്ലോ ജീവിക്കുന്നത്. ഇവൻ എൻ്റെ സിസ്റ്ററിന്റെ അടുത്ത് പറയാറുണ്ട്, ഇൻ കേസ് നീ എങ്ങാലും കല്യാണം കഴിക്കാൻ പോവാന്നുണ്ടെങ്കിൽ 10 പൈസ ഞാൻ തരത്തില്ല. കാരണം ഞാൻ അധ്വാനിച്ചുണ്ടാക്കുന്ന പൈസ എനിക്ക്, നീ അധ്വാനിച്ചുണ്ടാക്കുന്ന പൈസ നിനക്ക്. ഗിഫ്റ്റ് എന്നുള്ള രീതിയിൽ ഒരു അനിയത്തി കുട്ടിക്ക് എന്തെങ്കിലും ഒന്ന് വാങ്ങിച്ചു കൊടുക്കുക. അവള് ചോദിച്ചത് എൻ്റെ അടുത്ത് കിയയുടെ കാറാണ്. അയ്യോ, അതോ 1-2 അല്ല, ഏതാ കാർണിവല്. അതിനെക്കാട്ടിയും ഭേദം ഞാൻ അവളെ കല്യാണത്തിന് കൊറോണ വരാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നതല്ലേ നല്ലത്. പിന്നെ ഞാൻ വേറൊരു ഉപദേശം കൂടി പറഞ്ഞു, ജീവിതമാണ്. ഓക്കെ, മേ ബി കല്യാണം കഴിക്കുമ്പോഴത്തേക്കായിരിക്കാം മറ്റേ ശരിക്കുള്ള സ്വഭാവമൊക്കെ പുറത്ത് വരുന്നത്. ആരായിട്ടും ഞാൻ കുറെ നാൾക്ക് മുന്നേ പറഞ്ഞ കേട്ടോ. അപ്പം ചിലപ്പം മേ ബി യു വിൽ ഗെറ്റ് ഡിവോഴ്സ്, ബട്ട് ഇറ്റ്സ് ഓക്കെ. ഒരിക്കലും അവിടെ പോയിസൺ വായിക്കണൊക്കെ തോന്നിച്ച് അവനെ നടക്കണ്ട, നേരെ വീട്ടിലേക്ക് വരൂ. എന്നിട്ട് നമുക്ക് ഇവിടെ ഇരുന്നിട്ട് നെറ്റ്ഫ്ലിക്സിൽ ഇരുന്നിട്ട് നമുക്ക് ഞങ്ങളുടെ കുറെ സീരിയൽസ് ഒക്കെ ഉണ്ട് കേട്ടോ. അത് ഞാൻ പറയില്ല, ഞാൻ പ്രമോഷൻ ആയിപ്പം പറയില്ല. എനിക്ക് ആ സീരിയൽ കാണാണ്ട് എനിക്ക് ഇറങ്ങത്തില്ല ഫുഡ് രാവിലെ. ഞാൻ സീരിയലൊക്കെ കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം നല്ല രസമല്ലേ.